Hey, hello, welcome back to my channel. Assalamu alaikum warahmatullahi wabarakatuh. Welcome back to her channel. ഓക്കെ, ഇത് എന്റെ ഫ്രണ്ട് ആയിഷയാണ്. ഇത് നിങ്ങൾക്ക് എന്റെ എന്ന് ഫ്രണ്ട് സീനു ആണ്. ഇവളെ പ്രത്യേകം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ടി വരില്ല. അപ്പൊ ആയിഷു, അതെ, ലോകം ഫേമസ് ആയത് കാരണം കൊണ്ട് എന്നെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ടി വരില്ല. ആക്ച്വലി ഞാൻ ഇൻട്രോ ചെയ്ത് തരാം കേട്ടോ, ഓക്കെ, പാവം കുട്ടി. സോ സിനുക്ക് കുറെ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ട്. ആക്ച്വലി ഇവൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളത് കാരണം കൊണ്ട് ഞാൻ ഓൺലൈൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് കരുതി കേട്ടോ. നമ്മളെല്ലാവരും പറയാറില്ലേ, നമുക്ക് നല്ലൊരു സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന സുഹൃത്തിന്റെ വിജയം സ്വന്തം സന്തോഷമായിട്ട് സ്വന്തം വിജയമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയാറുണ്ട് അല്ലെ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മുത്തുമണിയാണ് ഇവള്. കാരണം എന്താ വെച്ചാല് ഞാനൊരു 90K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ മുതൽ എന്റെ അടുത്തോട് പറയുന്നതാണ്, നിനക്ക് 100K ആയിട്ട് വേണം എനിക്കതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ. എനിക്ക് 100K ആയിട്ട് എന്റെ അടുത്ത് ചെലവ് ചോദിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അതായത് മെജോറിറ്റി ആൾക്കാരുടെ 100K ആകുമ്പോൾ എനിക്ക് ചെലവ് ചെയ്യാൻ കേട്ടോ എന്നാ പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരാള് നിനക്ക് 100K ആയിട്ട് വേണം എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറയാനായിട്ട്. കാരണം ഹസ്ബൻഡ് ഒഴികെ ബാക്കി ഫാമിലി മെമ്പേഴ്സ് അല്ലാണ്ട് വേറെ ആരും അത് പറയാറില്ല. അപ്പോ അൽഹംദുലില്ലാ, പിന്നെ നമ്മളൊരു സെഷൻ ഇതുപോലെ ഇരുന്നിട്ടുണ്ടായിരുന്നു, അവളുടെ ഒരു ഇന്റർവ്യൂവിന്റെ സെഷനായിട്ട്. അപ്പോ അത് ഞാൻ ആദ്യം കൊടുത്തത് ഓൾക്കാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവളിന്ന് നമ്മളിങ്ങനെ ഇവളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ 100K ആയത് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം വായോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൺലൈനിൽ പോയി പിക്ക് ചെയ്തു. അപ്പൊ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരുന്നപ്പോ ഇവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഇന്റർവ്യൂ നടത്തുന്നത് നമ്മുടെ സീനു ആണ്. ചോദിച്ചു വരുമ്പോഴൊക്കെ അവള് റെഡി ആവും. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ക്യാമറ നോക്കി പറയാനുള്ള ഒരു പ്രയാസം മാത്രമേ യെസ് യെസ്, അവൾക്കുള്ളൂ. അതാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോൾ അവള് റെഡി ആവും. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് TNT വരുമെന്നോ, അത് റോഡ് സൈഡിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമെന്നോ അല്ലെങ്കിൽ നമ്മളെ ഇവിടെ നിന്നിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുമെന്നോ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇവൾക്ക് എന്തോ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. മോർണിംഗിൽ പെട്ടെന്നുള്ള ഒരു യെസ്. വീഡിയോ. അപ്പൊ പിന്നെ ഉള്ളത്തെ ക്വസ്റ്റ്യൻസും ഇപ്പൊ ഉണ്ടാക്കുന്നത് ഇപ്പൊ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ആൻസേഴ്സും ഇപ്പൊ വരുന്ന ആൻസേഴ്സ് ആണ്. അപ്പൊ തപ്പും പഴവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ, ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോ ആയിഷ, നമുക്കിനി തുടങ്ങാല്ലേ നമ്മുടെ ഇന്റർവ്യൂ. അതായത് ഇപ്പോ ആയിഷ 100K സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു 100K എബോ സബ്സ്ക്രൈബേഴ്സ് ആയി. മാഷാ അല്ലാ. അപ്പൊ ഇനി ഇനി നമ്മൾ മാഷാ അല്ലാ. അതെ, ഇനി 1 മില്യണിലേക്കുള്ള ജേണിയാണ് ഓ. പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഉം, ഉം, അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ആയിഷ ഒരു യൂട്യൂബർ ആവുന്നതിന് മുൻപേ ഉം, ആയിഷ പല മേഖലകളിലും കടന്നു വന്നിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം, ഉം. പേഴ്സണലി അറിയാം. അതുപോലെ എന്നോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇതിലൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉം. അപ്പോ ആയിഷ യൂട്യൂബർ ആവുന്നതിന് മുമ്പുള്ള ആയിഷിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നേ പറ്റൂ, പ്രേക്ഷകർക്കും യൂട്യൂബർ ആവുന്നതിന് മുമ്പുള്ള അറിയണമെന്നുണ്ട്. എന്റെ കരിയർ ജേണി ആണോ നീ ആ, ഉദ്ദേശിക്കുന്നത്? അതെ. ഞാൻ തുടങ്ങിയത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ, +2 കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഞാനൊരു ട്യൂഷൻ ടീച്ചറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് എൻ്റെ ഒരു ഏർണിങ്സ് എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ടീച്ചർക്ക് ഒരു സർവീസ് എന്നുള്ള, നമ്മളെ പഠിപ്പിച്ച ടീച്ചർക്ക് ഒരു സർവീസ് എന്നുള്ള രീതിക്കാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയറിലോട്ട്, +2 കഴിഞ്ഞിട്ട് ഇത് തൊടുത്തോണ്ടിരിക്കുന്നത് ആ ഒരു ട്യൂഷൻ ജേണി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് എനിക്ക് MES എന്ന് പറയുന്ന ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. പാലക്കൽ എന്ന് പറയും പറളി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരമ്മ എടുത്തു. 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിരുന്നു ക്ലാസ് എടുക്കാനുണ്ടായിരുന്നത്. എന്റെ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് 1200 രൂപയായിരുന്നു. ഓക്കെ. അപ്പോ സാലറി നമ്മള് 1200. 1200 അപ്പൊ ആയിരുന്നു. ഏകദേശം ഏജ് ഒക്കെ വന്നിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ആ, ഏജ് ഓക്കെ ഓക്കെ. 18 ആയിട്ടുണ്ടാവുന്നത്, 17 അപ്പൊ നല്ല ചെറുതാവുമ്പോ തന്നെ ഈ ഒരു സ്വയം ആ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ഒരു ആ ആ അതായത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയമായപ്പോഴേക്കും നമ്മുടെ കൂടെ +1 +2 ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റുഡൻസ് ഒക്കെ പോയി, കോളേജിൽ നിന്ന് പോയി. അപ്പൊ പിന്നെ കോളേജിൽ പോകാനുള്ള വൈബ് എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ കോളേജിൽ പോകുന്നത് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പഠിക്കാന്നുള്ളതിനേക്കാളും കൂടുതൽ എനിക്ക് എന്റെ ഫ്രണ്ട്ഷിപ്പ്, കറക്കം, അതൊക്കെ ആയിരുന്നു എന്റെ മൈൻഡ്. അപ്പൊ ഇവരങ്ങോട്ട് പോയപ്പോ പിന്നെ എനിക്ക് കോളേജിൽ പോകാനുള്ള ഒരു വൈബ് സെറ്റ് ആവാതെ. അപ്പൊ എനിക്ക് കോളേജിൽ നിന്ന് ഇറങ്ങണം എന്ന എക്സാം അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് പോകണമെങ്കിൽ വീട്ടിൽ പറയാൻ ഒരു റീസൺ വേണം. അപ്പൊ ഞാൻ ഉപ്പാട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ടീച്ചറായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. വളരെ റയറാണ് ഇത്, ട്രെയിനിങ് ഒക്കെയാണ്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ വലുതാകുമ്പോൾ നമുക്ക് നല്ല ജോലിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പാവന്റെ ഇപ്പൊ എന്ത് പറഞ്ഞാലും വിശ്വസിക്കായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു, ശരി പഠിത്തമൊന്നും ബ്ലോക്ക് ആവുന്നില്ലല്ലോ, ഞാൻ ഡിഗ്രി തന്നെ എക്സാം എഴുതുന്നുണ്ട്, അപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞാൻ പഠിച്ച് ജയിക്കും എന്നുള്ള കോൺഫിഡൻസ് ഉപ്പാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ വിട്ടു, ജോലിക്ക് വിട്ടു. അപ്പൊ പിന്നെ എനിക്ക് നല്ല രസമായിരുന്നു. ജോലിക്ക് അവിടെ പോകുന്നു, സൈഡിൽ കൂടെ എന്റെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ വൈകുന്നേരത്തെ ട്യൂഷന് പോകുന്നു, ട്യൂഷൻ ക്ലാസ്സിൽ ട്യൂഷൻ എടുക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഒരു രസമുണ്ട്. അപ്പൊ ട്യൂഷൻ എടുക്കുന്ന പിള്ളേരും നമ്മുടെ ഫ്രണ്ട്സായി, ജോലിക്ക് പോകുന്ന അവിടെ കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റുന്ന. അപ്പൊ അതൊക്കെ അപ്പൊ നല്ലൊരു വേറൊരു എക്സ്പീരിയൻസ് മറ്റേ ആയിരുന്നു. തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടി അതുപോലെ ആ വലിയവരോടും ഒരുപോലെ തന്നെ പെരുമാറാനുള്ള
ആ ഒരു ഇതും കൂടി ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്തത് ഞാൻ സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങുക ചെയ്തത്. അതായത് ആ ടൈമിൽ തന്നെ എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ആവുന്ന വരെ ഞാൻ ഈ ഒരു പ്രോസസ്സിൽ തന്നെ ആയിട്ട് പോയിരുന്നത്. ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയപ്പം കല്യാണത്തിന്റെ സെക്കൻഡ് ഇയറിലോട്ട് കയറുന്ന ടൈമിലാണ് എന്റെ കല്യാണം കഴിഞ്ഞത്. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അപ്പൊ കല്യാണം കഴിഞ്ഞു. ഫസ്റ്റ് ഇയറുടെ എക്സാം ഒക്കെ അതിനിടയിൽ കൂടെ വല്ലാത്തൊരു ഇതൊക്കെ ആയിരുന്നു. കല്യാണം സമയവും എക്സാം സമയമൊക്കെ ഏകദേശം ഒരേപോലെ ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് മോനായിട്ട് മോന് പ്രഗ്നന്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന ടൈമിലാണ് എന്റെ കമ്പ്യൂട്ടർ കോഴ്സ് കംപ്ലീറ്റ് ആയത്. ഡെലിവറിയുടെ ആ ടൈമിന്റെ ഇടയിൽ തന്നെ ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ട്യൂഷൻ എടുക്കുന്ന ടീച്ചർ വനജ ടീച്ചർ എന്ന് പറയും. ടീച്ചർ പറഞ്ഞു അപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, മൾട്ടിമീഡിയ ആനിമേഷന്റെ അഡ്വാൻസ് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ പഠിപ്പിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ടീച്ചർക്ക് മനസ്സിലായിട്ട് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാ പിന്നെ ഐശ്വര്യ കാര്യം ചെയ്യ്, സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിന്റെ കെട്ടിയനെ വിളിച്ചിട്ട് നമ്മളൊരു സംഭവം അടുപ്പിക്കലൊക്കെ ഉണ്ടായില്ലേ, അതൊക്കെ ഉണ്ടായി. നമ്മൾ സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങി. അവര് MECT അഫിലിയേഷൻ എടുത്തിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. തുടക്കം ഒരുപാട് കടങ്ങൾ വാങ്ങിയിട്ടായിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ ഒരു രൂപ ഉണ്ടായിരുന്നില്ല. ടീച്ചറുടെ അഭിപ്രായ പ്രകാരം എല്ലാവരെയും കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങി നമ്മൾ സ്ഥാപനം തുടങ്ങി. ഫസ്റ്റ് ബാച്ച് നല്ല രീതിയിൽ ഇറങ്ങി. അത് ഇറങ്ങാൻ പറഞ്ഞാൽ എന്റെ മോനെ എടുത്തോണ്ടാണ് ഞാൻ ജോലിക്ക് പോയിരുന്നു. പാല് കുടിക്കുന്ന കുട്ടിയാണ് അവൻ. അപ്പൊ അവനെ എടുത്തോണ്ട് സ്ഥാപനത്തിൽ പോകും. എന്നിട്ട് അവിടെ തന്നെ അവനെ എടുത്തോണ്ട് തന്നെ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കും. അവനെ തന്നെ അങ്ങനെ അവിടെ തന്നെ ഫീഡ് ചെയ്യും. അങ്ങനെ ഒരു പ്രോസസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. നമ്മൾ തറവാട്ടിൽ നിന്നാണല്ലോ പോണത്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അവനെയും കൊണ്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എന്നാലും ഫസ്റ്റ് ബാച്ച് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അവര് അഫിലിയേഷൻ റിന്യൂ ചെയ്യുന്ന സമയത്ത് ഇത്ര സ്ഥലം പോരാ, ഇത്ര സിസ്റ്റം പോരാ, അങ്ങനെയൊക്കെ. നമ്മുടെ കട ഓൾറെഡി വീട് വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും വലിയൊരു കടത്തിലേക്കാണ് അവർ നമ്മളെ തള്ളിവിടുന്നത്. അപ്പൊ ഇത്രയും കട നമുക്ക് കിട്ടാൻ വഴിയില്ല. അങ്ങനെ ആയപ്പോ പിന്നെ അവർ പറഞ്ഞത് ബാങ്ക് ലോൺ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ. അപ്പൊ എനിക്ക് അത് ഭയങ്കര പേടിയായിരുന്നു. കോൺഫിഡൻസ് ഇല്ല. അത്രയും വലിയൊരു ബാങ്ക് ലോൺ എടുത്ത് ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തുമ്പോൾ കുട്ടിയൊക്കെ ഉണ്ട്, ഇവനൊക്കെ വയ്യാണ്ട് നമ്മൾ എന്നും ഹോസ്പിറ്റലിലാണ്. അപ്പൊ എനിക്കത് ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടിരിക എന്നുള്ളത് പോസിബിൾ ആവുന്ന കാര്യമായിട്ട് തോന്നുന്നു. കാരണം മോനും ഹോസ്പിറ്റൽ കേസ് വന്നാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ കൊണ്ടുപോകണം, ഒറ്റയ്ക്ക് തന്നെ അഡ്മിറ്റ് ആവണം. ഹസ്ബൻഡ് പുറത്തു പോയി ജോലി ചെയ്തിട്ട് വരുമ്പോൾ ആശുപത്രിക്ക് പൈസ എത്തുന്നല്ലാതെ കൈമാറി എടുക്കാൻ പോലും എനിക്ക് വേറെ സപ്പോർട്ട് കിട്ടില്ല. ഉമ്മ ഫ്രീ ആണെങ്കിൽ ഉമ്മ വന്നെങ്കിലേ ഉള്ളൂ. അപ്പൊ അതല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പൊ എനിക്കത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ എന്റെ സ്ഥാപനം അത്രയും വലിയൊരു റിസ്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ ഞാൻ ആ റിസ്ക് ഞാൻ ആ ടൈമിൽ എടുത്തില്ല. അങ്ങനെ സ്ഥാപനം അടച്ചുപൂട്ടി, വൻ ലോസായി. ഉണ്ടായിരുന്ന ലോസ് നമ്മൾ നികത്താനായിട്ട് വീണ്ടും ജോലിക്ക് പോയി. അങ്ങനെ ഞാൻ ജോലിക്ക് പോയതായിരുന്നു. ഞാൻ നിന്നിട്ട് പറഞ്ഞു, ഞാൻ എഡിറ്ററായിട്ട് ന്യൂസ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത് പറഞ്ഞു. അപ്പോൾ അറിയാം, മൾട്ടിമീഡിയ ആനിമേഷൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ന്യൂസ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു STVയിൽ. അപ്പോ അവിടെ പിന്നെ ഈ പാതിരാത്രി വരെയുള്ള വർക്കൊക്കെയാണ്. അപ്പൊ അപ്പോഴും മോനെ കൊണ്ടുപോകും. നമ്മളിങ്ങനെ താഴെ ടർക്കി വിരിച്ച് കടത്തി ഇറക്കി അവിടെ തന്നെ ഫീഡ് ചെയ്ത് അവനെ അങ്ങനെ തന്നെ കഴിക്കാൻ കൊടുത്ത്, എന്നിട്ട് മോനെയും കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ജോലി ചെയ്യും. അങ്ങനെ പിന്നെ അതൊരു മറ്റേ എഡിറ്റ് ചെയ്യുന്ന സ്ഥാപനം പറഞ്ഞാൽ അവിടെ തന്നെയാണ് അവർ ഷൂട്ട് ചെയ്യുന്നതൊക്കെ, ന്യൂസ് ഷൂട്ട് ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇവര് ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ ഇവനവിടെ നിന്ന് കരയും. അപ്പൊ നമ്മൾ ആ ടൈമിൽ ഇവനെ കൊണ്ട് പുറത്ത് പോയി നിൽക്കേണ്ടി വരും. പിന്നെ ഇത് കിട്ടുന്നവരെ അപ്പൊ ഭയങ്കര അവർക്കും തന്നെ ഞാൻ കുട്ടീനെയും കൊണ്ട് പോകുന്നത് ഒരു ഇത്തിരി പ്രയാസമുള്ള ഒരു പരിപാടി പോലെ ആയി തോന്നി. ഇപ്പൊ ഞാൻ അവര് നമ്മളോട് ഓപ്പണായി പറഞ്ഞില്ല, പക്ഷെ ഞാനത് ക്വിറ്റ് ചെയ്തു. എനിക്ക് പറ്റുന്നില്ല, അവർക്ക് ഓക്കെ ഇല്ല എന്ന് മനസ്സിലായ സമയത്ത് ഞാനത് ക്വിറ്റ് ചെയ്തു. പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് മറ്റേ സെയിൽസ് ഗേൾ ആയിട്ടായിരുന്നു. അത് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിംഗ് സെയിൽസ് ഗേളില് ബാക്കിൽ മുതുകത്ത് തൂക്കിട്ട് പോകുന്ന ഒരു അടുപ്പ് വെക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, ഒരു ഈസി കുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് 6 മാസം നമ്മൾ ഈ സെയിൽസ് ഗേൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മാനേജർ ആക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ കയറുമ്പോൾ തന്നെ വീട്ടിൽ നമുക്ക് പറയാൻ പറ്റില്ല, ബാഗ് തൂക്കിയിട്ട് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും വിട്ടാക്കൂല. എല്ലാവരെയും ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണല്ലോ ഈ ജോലി. അപ്പോ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ ഇപ്പൊ തന്നെ മാനേജറാണ്. എന്റെ മൈൻഡിലുണ്ടായിരുന്ന 6 മാസം കഴിഞ്ഞ് ഞാൻ എന്തായാലും മാനേജർ ആവുമല്ലോ എന്നായിരുന്നു. അപ്പൊ ഇവൻ ഞാൻ ബഷോട് പോലും പറഞ്ഞിട്ടുണ്ടായില്ല. കാരണം ജോലി എന്നുള്ളത് എനിക്ക് അപ്പോഴും അത്യാവശ്യമായിരുന്നു. കാരണം ഒരുപാട് പേര് ഞാൻ കാരണം കൊണ്ട് വലിയൊരു ബാധ്യത ഇവിടെ വന്നിട്ടുണ്ട്. അത് സോർട്ട് ചെയ്യണം. ഹസ്ബൻഡിനെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കൂല. അപ്പൊ എനിക്ക് ജോലി അത് അത്യാവശ്യമാണ്. ആരും എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല. എനിക്കത് ഞാനായിട്ട് വീട്ടിൽ കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിന് പോയത്. അപ്പൊ ഒരു തവണ ബഷി പൊക്കി ഞാനിങ്ങനെ അടുപ്പ് വെക്കാൻ ബാഗ് തൂക്കിയിട്ട് പോകണമെന്നുള്ളത് അവന് മനസ്സിലായി. അപ്പൊ അവൻ പറഞ്ഞു കുട്ടി, കാരണം ഇതിന്റെ ഇടയിൽ നിന്ന് ഞാൻ പോയിട്ട് മോന് ഫീഡ് ചെയ്യും. ഇടയിൽ പോയിട്ട് ഇവന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരും. ഇതൊക്കെ നമ്മൾ ബസ് കയറി ഈ ചുറ്റുവട്ടം തന്നെ നടക്കുന്ന കളിയാണല്ലോ. അപ്പൊ അവര് കണ്ടുപിടിച്ചു. അപ്പൊ ഇനി ആ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മള് വീട്ടിലോട്ട് മാറിയപ്പോ പിന്നെ ഞാൻ കുറെ കാലത്തേക്ക് ഞാൻ ജോലി ചെയ്തില്ല കേട്ടോ. മോൻ ഇത്തിരി വലുതായിട്ട് പിന്നെ ഞാൻ കുറച്ച് കാലത്തേക്ക് ജോലി ചെയ്തില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ ജോലിക്ക് പോയത് ടാറ്റ മോട്ടോഴ്സിലാണ്. അല്ല, അതിന് മുന്നേ ഞാനൊരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലിക്ക് പോയി. അപ്പൊ ഞാൻ ആ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മിയക്കുട്ടിനെ ഗർഭിണിയായത്. അപ്പൊ ഗർഭിണി ആയപ്പോഴാണ് ഞാൻ ആ ജോലി നിർത്തിയത്. നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അക്കൗണ്ട്സിൽ വർക്ക് ചെയ്ത സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് ബഷിക്ക് പിന്നെ മോള് ആയപ്പോ പിന്നെ ഞാൻ ജോലി ചെയ്യുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബഷിക്ക് ഒരു ആക്സിഡന്റ് ആയ സമയത്താണ്
മോള് ചെറുത് തന്നെയാണ്, എന്നാലും എനിക്ക് ജോലി വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ടാറ്റ മോട്ടോഴ്സിൽ ജോലിക്ക് പോയത്. അവിടെ പിന്നെ ഫ്ലക്ച്വേഷൻസ്, പിന്നെ അവിടുത്തെ സാഹചര്യങ്ങളായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തു. പിന്നെ നമ്മള് വേറൊരു വഴിയില്ലെന്ന് കണ്ടപ്പോഴാണ് അതിനിടയിൽ കുറെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റൽ കേസുകൾ വന്നു, നമ്മള് വീട് മാറി. അപ്പൊ ഇതൊക്കെ പാടെ വന്നപ്പോഴേക്കും അത്രയും ബാധ്യതകൾ കയറി വന്നു. ലോണുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ലോണുകൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ പക്ഷേ ആക്സിഡന്റ് ആയി. അപ്പൊ നമ്മള് ദിവസേനയുള്ള കാര്യങ്ങൾ പോലും മാനേജബിൾ ആയിരുന്നില്ല, കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഏർണിങ്സ് വേണം എന്നുള്ളതുകൊണ്ട്, പിന്നെ നമുക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികളെ കൊണ്ട്. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാല് ജോലി വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏർണിങ്സ് വേണം എന്നുള്ള ഒരൊറ്റ ഒരു ഇന്റൻഷനിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ചാനൽ തുടങ്ങുമ്പോൾ എന്റെ ചാനൽ കൊണ്ട് കുറെ ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവണം, അതൊന്നും എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. എന്റെ ചാനൽ കൊണ്ട് എന്റെ കുടുംബത്തിന് ഉപകാരം ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് അപ്പം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിലോട്ട് എൻ്റർ ആയ ശേഷം പിന്നെ കുറെ നമ്മുടെ ലൈഫ് മാറി മാറി വന്നല്ലോ, കുറെ പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടായല്ലോ. അപ്പൊ പിന്നെ ഇന്റൻഷൻസും അങ്ങനെ മാറി പോയി എന്നുള്ളതാണ്. പിന്നെ ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യണം, അത് അപ്പത്തെ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം എന്റേതായിരുന്നു, എന്നിട്ടായിരുന്നു മറ്റുള്ളവരുടെ പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ എന്റെ പ്രശ്നങ്ങളുടെ പ്രാധാന്യം എത്രയാണോ അത്ര തന്നെ ഞാൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കും കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ചാരിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ, വലിയ അപ്പോ ക്വസ്റ്റ്യൻ. ഇനി ഞാൻ അതിലൊന്ന് പറയട്ടെ. അതായത് എന്റെ ഒരു ക്യാരക്ടർ ഞാൻ പറയാം. ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും കൂടി വലിയ എന്തോ ആയി ഞാൻ പ്രസന്റ് ചെയ്യാറുണ്ട് എന്നെ സംബന്ധിച്ച്. അതായത് ചെറിയ കാര്യങ്ങൾ പോലും ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ ഞാനുണ്ടല്ലോ വളരെ ഇതാണ്. അപ്പോ ആയിഷാനെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു വന്ന് നല്ലൊരു, അതായത് മറ്റുള്ളവർക്ക് അതൊന്നും ഒരുപാട്, ഈ ഒരു ലൈഫിലൂടെ മറ്റുള്ളവർക്ക് ഒരുപാട് പ്രചോദനങ്ങൾ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ട്. അപ്പൊ അത് ഉൾക്കൊള്ളാന് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനായാലും എന്റെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും ഇതുകൊണ്ടൊരു അതില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരു മാർഗം ഇല്ലെങ്കിൽ കളിക്കുന്ന ഒരു കളിയില്ലേ, പക്ഷെ അതായിരുന്നു. എനിക്ക് അങ്ങനെയല്ല കേട്ടോ തോന്നിയേ. എനിക്ക് എന്താ പറഞ്ഞ എവിടെയും തോൽക്കാൻ തയ്യാറല്ല. അത് കാരണം നമ്മളെ ഇപ്പൊ ഒരാള് വന്നിട്ട് പെട്ടെന്ന് പരാജയപ്പെടുത്താൻ നോക്കി കഴിഞ്ഞാലൊന്നും ഇല്ല, അങ്ങനെയില്ല. കാരണം നമ്മൾക്ക് ഏത് ഓൾറെഡി പ്രതിസന്ധികളിൽ നിന്നും കുഞ്ഞിലേ തരണം മുതലേ ചെയ്ത് നമ്മൾ ജീവിക്കാൻ കഴിയും. പൊരുതി ജനിച്ചപ്പോ മുതലേ വേണമെങ്കിൽ പറയാം. കാരണം ഫാമിലിയിലുള്ള കുറെ സിറ്റുവേഷൻസ് ആയിട്ട് പൊരുതി, അങ്ങനെ പൊരുതിയിട്ട് തന്നെയാണ് ലൈഫ് ഇവിടം വരെ. ഇപ്പൊ ഒരു പ്രശ്നം വന്നിട്ട് എന്തെങ്കിലും ഒരു ഡൗൺ ആയിട്ട് പോയിട്ട് ഇരിക്കട്ടെ പറഞ്ഞാൽ അങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനോട് പൊരുതി പുറത്ത് വന്നെങ്കിലേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ പൊരുതി പുറത്ത് വരിക, അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലാതെ പോവാന്നുള്ളതേ നടക്കുള്ളൂ. അപ്പൊ ഇത്രയും ജോലികളുടെ ഇടയിൽ കൂടെ ഞാൻ എന്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്തു. എവിടെയും പഠിത്തം നിർത്താതെ അങ്ങനെ മുന്നോട്ട് തോൽക്കാൻ കൊണ്ടുപോയത്. തയ്യാറല്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരാശയം കൂടി ആയിഷയുടെ ശരിക്കും ലൈഫിലുണ്ട്. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്നെ കൊണ്ട് എങ്ങനെയാ പറ്റിയേ, അങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട്. എന്നെ കൊണ്ട് അങ്ങനെ പറ്റിയല്ലോ, അങ്ങനെ ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ ഞാൻ ചിന്തിച്ചത് അതല്ല. ഇപ്പോ ആ ഒരു സാഹചര്യങ്ങളിലൂടെ ഞാനാണ് കടന്നു പോകുന്നതെങ്കിൽ ചിലപ്പോ എനിക്ക് കഴിയില്ല. കാരണം ചെറിയ കാര്യങ്ങൾ പോലും വലുതായി കാണുന്ന എന്നെ പോലുള്ള ഒരുപാട് ക്യാരക്ടർ ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെയുള്ളവർക്കൊന്നും നേരെ ഇത്രയും വലിയ തിരിച്ചാ പറയാ, പ്രതിസന്ധി ഇവണ് എനിക്ക് ഘട്ടങ്ങളിലൂടെ പറ്റിയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പറ്റുന്നവരുണ്ടായിരിക്കാം. കാരണം അതിനുള്ള വലിയൊരു ഒന്ന് എഫേർട്ട് പ്രചോദനം എടുക്കുകയാണെങ്കിൽ നിങ്ങളാണല്ലോ. പിന്നെ നമ്മൾ തയ്യാറാവുകയാണെന്നുള്ളത്. കാരണം നമ്മള് ഇത് കഴിഞ്ഞിട്ട് അടുത്തത്, ഇപ്പൊ ഞാൻ പറയണേ, ഞാനിപ്പോ ജോലിയിൽ നിൽക്കല്ലേ, എന്റെ ഈ ജോലി കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് ജോലി ചെയ്യാം, അങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കൊന്നും നേടാൻ പറ്റൂല. അതെ, എന്റെ കുട്ടികൾ വലുതായിട്ട് ഞാൻ ജോലി ചെയ്യാം, അല്ലെങ്കിൽ എന്റെ കുട്ടികൾ വലുതായിട്ട് അതൊന്നും ഞാൻ പഠിക്കാം, പോസിബിൾ അല്ല. അതൊക്കെ ആയിഷ് പറഞ്ഞ അതൊന്നും ശരിയാണ്. നടക്കില്ല. ഇപ്പൊ എനിക്ക് എന്റെ മോനായി എന്ന് വെച്ചിട്ട് എനിക്കൊന്നും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ അവനെയും കൊണ്ട് തന്നെ പോയേ പറ്റുള്ളൂ. അതായത് അവൻ കുറച്ച് വലുതാവുന്ന സമയത്ത് എനിക്ക് അവന് നല്ലൊരു ലൈഫ്, ഇപ്പോഴും അവൻ ജീവിക്കുന്ന ഒരു ലൈഫെങ്കിലും നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ അവിടെ കുഴിയിൽ നിൽക്കുമ്പോൾ അവന്റെ അടുത്ത് നല്ലൊരു ലൈഫ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഹസ്ബൻഡിന് എന്തായാലും ഒരു സപ്പോർട്ടിങ് വൈഫാണ്. നേരെ അതന്നെ തിരിച്ച് മാഷാ ബഷിയും അല്ലാഹ്. അങ്ങനെ തന്നെയാണ്. കാരണം ബഷീർ ഇപ്പൊ അതെല്ലാം എനിക്ക് ഒട്ടും ബഷീർക്ക് പറ്റാത്ത കാര്യങ്ങൾ അവൻ എന്നെ ഉറപ്പാണ്. ഫോഴ്സ് ചെയ്യാറില്ല. കാരണം എന്നെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും അത് ആയിഷ അവിടെ നികത്തുന്നുള്ള ഒരു അത് ആ ഒരു ബഷിക്കുണ്ട്. ഇത് അവൻ എന്റെ അടുത്ത് ബഷിക്കുണ്ട്. പറയാം, അവന് മരിച്ചു പോകാൻ വരെ പേടിയില്ല, അങ്ങനെ പറയും. മാഷാ അല്ലാഹ്, അതൊരു വലിയൊരു അല്ല, കോംപ്ലിമെന്റ് അത് ആണ്. നമുക്ക് കിട്ടുന്ന വലിയൊരു അവാർഡ് എന്താ തന്നെയാണ്. വെച്ചാല് കാരണം അവൻ എന്റെ അടുത്ത് പറയും, നീ മരിച്ചു പോകുന്ന കാര്യത്തിൽ എനിക്ക് പേടിയുള്ളൂ, ഞാൻ എന്റെ കുട്ടികളെ എങ്ങനെ നോക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ടെൻഷനുള്ളൂ, ഞാൻ ആദ്യം മരിച്ചു പോകുന്നതിനെ കുറിച്ച് എനിക്ക് പേടി. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു മിണ്ടാണ്ടിരുന്നോടെ പറയണം. പക്ഷെ അവൻ പറയുന്ന ഒരു കാര്യം അങ്ങനെയാണ്. ഇവൻ എനിക്ക് അവനില്ലാത്ത ഒരു മിനിറ്റ് എനിക്ക് ചിന്തിക്കാൻ പറ്റൂല, അത് വേറെ വിഷയം. പക്ഷെ അവൻ എന്റെ അടുത്ത് പറയുന്ന ഒരു നിങ്ങൾ കോൺസെപ്റ്റില്, തമ്മിലുള്ള ഒരു ബോണ്ട് അവൻ അങ്ങനെ. എന്റെ അടുത്ത് പറയുന്ന ഒരു കോൺസെപ്റ്റില് അവൻ എന്റെ അടുത്ത് പറയാ, അതിന്റെ മുന്നേ അവൻ മരിച്ചു പോയാൽ പോലും നമ്മുടെ അതായത് ഫാമിലി ഇപ്പൊ എങ്ങനെ പോണോ അതേപോലെ ഞാൻ കൊണ്ടുപോകുന്ന അവൻ അറിയാവുന്ന. ആയിഷിനോട് സംസാരിക്കുമ്പോ അതിൽ ഏറ്റവും കൂടുതൽ
പറയുന്ന ഒരു കാര്യം, ഇന്റെ പശി മാഷാ അല്ലാ. മാഷാ അല്ലാ, മാഷാ ആ അല്ലാ. ഒരു കാര്യമാണ് കൂടുതലായിട്ട് വരിക. അപ്പോ അത് ഇനി ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആവട്ടെ. ആമീൻ, ആമീൻ. ഓക്കേ. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താ? അതായത് ഇപ്പോ പ്ലാൻ ഇപ്പൊ ഓൾറെഡി ഞാൻ MSc എൻറോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അക്യുപഞ്ചർ, ഹിജാമ, റിഫ്ലെക്സോളജി ഞാൻ പറഞ്ഞില്ല, അത് പഠിച്ചെങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതായി കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് പ്ലാൻസ് ഓൾവേസ് ഉണ്ട്. നമുക്കൊരു എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു 2 വർഷത്തേക്കുള്ള പ്ലാൻ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് ഓൾവേസ് ഉണ്ട്. ഇൻഷാ അല്ലാ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ആവട്ടെ. ഓക്കെ. അപ്പൊ ഇനി വീഡിയോസ് ഒക്കെ ഇതുപോലുള്ള വീഡിയോസ് തന്നെയാണോ ഇനി? ആക്ച്വലി ഞാന് വീഡിയോയിലൂടെ കുറച്ചൊക്കെ ഉദ്ദേശിക്കുന്നത് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ മുൻപ് ചെയ്തിരുന്നു പറഞ്ഞത് കംപ്ലീറ്റ് മോട്ടിവേഷൻ മാത്രമാണ്. ഇപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ നമ്മുടേതായ വീഡിയോസ് ഒക്കെ. പക്ഷെ അത് ഞാൻ അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഒരുപാട് നോക്കിയപ്പോ അതിലൊക്കെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് അനുകൂലിച്ചിട്ടുള്ള കമന്റ് തന്നെയായിരുന്നു. കാരണം ഒരു ഫാമിലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതില് മറ്റുള്ളവരെ കെയർ ചെയ്യുന്നത്, മക്കളെ ഒക്കെ കെയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ക്ലാസ്സും കൂടി ആയിരിക്കും എന്നുള്ള കുറെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതും ചെയ്യുന്നത് ആക്ച്വലി നല്ലതാണ്. എനിക്ക് വ്ളോഗ് ടൈപ്പ് വീഡിയോസ് ചെയ്യാന് ഞാൻ നിന്റെ അടുത്ത് പേഴ്സണലി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് തീരെ ഞാനത് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് അതിനോട് തീരെ അത് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യം. പക്ഷെ ഞാൻ ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ആളുകളിലോട്ട് കണക്ട് ആവുന്നതിനേക്കാൾ കൂടുതൽ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് കണക്ട് ആവുന്നുണ്ട്. അതായത് ഐഷ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരുമ്പോ എന്നെയും കൊണ്ട് അതിനേക്കാളും പറ്റും. ഇപ്പൊ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഐഷ ഈ കുഞ്ഞു വീട്ടിലിരുന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹത്തിൽ ഇരുന്നിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിലേറെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അങ്ങനെ പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ക്രീനിൽ ഇരുന്ന് പറയുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ലൈഫ് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ വീട്ടിലൊരാൾ അവരടുത്ത് നേരിട്ട് പോയി പറയുന്നത് പോലത്തെ ഒരു ഫീൽ അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പം വല്ലപ്പോഴും ഒരു വ്ളോഗ്, ഇപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്ന ഒരു വ്ളോഗ് അവർ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ, അവരുടെ ലൈഫിൽ എന്തെങ്കിലും അങ്ങനെ അത്തരത്തിൽ ഇൻസ്പയർ ആവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളത് മാത്രമേ ഞാൻ അവിടെ ഉദ്ദേശിച്ചുള്ളൂ. അല്ലെ, നമ്മൾ ഒരേ വീഡിയോസ് ചെയ്യുമ്പോൾ അതൊന്നും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടുപേരും കൂടി ചെയ്ത വീഡിയോസിൽ ഞാനൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ ആയിഷത്ത നിങ്ങൾ മാത്രം ചെയ്താൽ മതിയെന്ന്. അപ്പൊ എനിക്ക് ഫസ്റ്റ് പറഞ്ഞപ്പോ ശരിയാണ്. കാരണം ആയിഷിന്റെ വീഡിയോന്റെ അത്ര ഒന്നും ഇപ്പൊ നമ്മുടെ ഒരു ലെവലിൽ വരുന്നില്ല. കാരണം നിങ്ങൾ കൊടുക്കുന്ന വീഡിയോസ് പറയുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ പ്രചോദനം എന്നുള്ള രീതിയിലുള്ള. ആക്ച്വലി അത് അങ്ങനെ ആയിരിക്കില്ല. ഇപ്പൊ അവര് എന്റെ അടുത്ത് മാത്രം വീഡിയോ ചെയ്താൽ മതി എന്ന് പറയുന്നത് ഒരുപക്ഷെ എന്റെ ഓഡിയൻസ് ആയിരിക്കും. അതായത് എന്റെ വീഡിയോ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പൊ പെട്ടെന്ന് ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയത്ത് അവർക്കൊരു എന്താ പറയാ, സാധാരണ ചെയ്യുന്ന പാറ്റേൺ എന്ന് മാറിയപ്പോ ഉള്ളൊരു ഇടങ്ങേറായിരിക്കും. അല്ലാണ്ട് നിന്നോട് പ്രത്യേകിച്ച് അവർക്ക് വിരോധം തോന്നേണ്ട കാര്യമില്ലല്ലോ. അതെനിക്ക് മനസ്സിലായി. അത് അങ്ങനെ ആയിരിക്കും. പിന്നെ പക്ഷെ എനിക്കത് കണ്ടപ്പോ ശരിക്കും സന്തോഷാവുകയും ചെയ്തു. കാരണം അവര് നിങ്ങളുടെ വീഡിയോനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കാരണം കൊണ്ടാണ് അതിലേക്കൊരു കടന്നുകയറ്റം വന്നപ്പോ അത് റിയാക്ട് ചെയ്യാം. അല്ല, എനിക്ക് എന്റെ ഫാമിലി എന്ന് പറയുന്നത് ഞാൻ നിന്റെ അടുത്ത് പറയാറില്ല, ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരെക്കാൾ ഏറെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഞാൻ ചേർത്ത് വെക്കുന്ന ആ ഒരു, അതായത് ഇപ്പോ എന്നെ അവർക്ക് ഇഷ്ടമാണല്ലോ. എനിക്ക് പ്രത്യേകിച്ച് ഒരു ആത്മബന്ധം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് എന്നെ ഇഷ്ടമാണല്ലോ, അപ്പൊ അവർക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്തു കൊടുക്കുക, ആ ഒരു ടൈപ്പ് ഉള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ വിചാരിച്ചിട്ട് അബദ്ധത്തിൽ പോയി ചടിയിട്ടുണ്ട് കേട്ടോ, അത് വേറെ വിഷയം. അതായത് ഇവർക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് കരുതിയിട്ട് ഞാൻ മരിച്ചു പണിയെടുത്തിട്ട് അവസാനം ഇവർക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ എന്നുള്ളൊരു സാധനം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് കണക്റ്റഡ് ആയ ആളുകളോടാണ് ഞാൻ മനസ്സ് തുറന്നിട്ട് കമ്മ്യൂണിക്കേറ്റ്. എനിക്കൊരു വിഷമം വരുമ്പോ ഞാൻ ആദ്യം വിചാരിക്കാന്നറിയാം, ആയുഷ്മിന്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങിയാലോ. അതായത് വേറെ ഒന്നുമില്ല, ആ മരുന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം എന്റെ സമയത്ത് നീ എന്നെ വിളിച്ച് പറഞ്ഞു, അത് ഞാൻ നിങ്ങളുടെ ഒന്നും നോക്കാണ്ട് പോയി നീ അവിടെ നിൽക്കും ഞാൻ ഇപ്പൊ വരാന്ന് അങ്ങനെ പറയാനുള്ള റീസൺ. അപ്പൊ എല്ലാവരും എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്, നീ ഓവറായിട്ട് ടെൻഷൻ വല്ലോണ്ടാണ്. പക്ഷെ അന്ന് ഞാൻ നല്ലൊരു ഹാപ്പി ആയി മൂഡില്, അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇത് വന്നത്. പക്ഷെ എനിക്ക് അത് മാറ്റർ പറഞ്ഞില്ലല്ലോ, അവൾക്ക് പെട്ടെന്ന് വയ്യാതായതാട്ടോ, ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ ടൈമിൽ അവൾ എന്നെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം പറഞ്ഞു, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ അന്ന് വയ്യാതായപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് സംസാരിക്കാൻ പറ്റും, ഞാൻ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ആദ്യം ഉണ്ടല്ലോ നിനക്ക് വിളിച്ച് ഞാൻ പറയുന്നത് ആ ഒരു ടൈമില് ആയുഷിന് വിളിച്ചു കഴിഞ്ഞാൽ ആയുഷിന് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം സംസാരിക്കുന്നത് പുറത്തേക്ക് വരുന്നില്ലല്ലോ. അപ്പൊ അത് ഓക്കെ ആയത് ഞാൻ ആദ്യം ഫോൺ എടുത്ത് വിളിക്കുന്ന വ്യക്തി നീയാണ്. അപ്പൊ ഞാൻ ശരിക്കും അതെനിക്ക് അപ്പൊ ഉണ്ടല്ലോ അവര് ചെയ്ത മെഡിസിനേക്കാൾ കൂടുതൽ ഉപകാരപ്പെട്ടു. നീ വളരെ കൂളായിട്ടാണ് പറഞ്ഞത്, നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരാന്നാണ് പറഞ്ഞത്. അപ്പോ എനിക്ക് എന്തൊക്കെയോ പറയണ്ടായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് ഫാമിലി പ്രോബ്ലം അതുള്ളതുകൊണ്ടല്ല,
പക്ഷെ എനിക്ക് ഓക്കെയാണ്, എനിക്ക് കണക്റ്റഡ് ആയ അല്ല, വ്യക്തികളാണ്. നീ എന്നെ വിളിച്ചത് എനിക്ക് ഒരുപാട് ഭയങ്കര ഡൗൺ ആയിട്ടാ. അതെ. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര ടെൻഷനായി അങ്ങനെ. ഡോക്ടർ പറഞ്ഞ ഒരു അപ്പൊ നിനക്ക് കാര്യമാണ് എനിക്ക് വേണ്ടത് നല്ലൊരു ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ്. വിഷമമായത്. അതായത് ജസ്റ്റ് നീ അത് മാത്രം നിനക്ക് മതി ഓക്കെ ആവാനായിട്ട്. എടി നിനക്ക് പ്രശ്നമൊന്നുമില്ല, നീ വീട്ടിലേക്ക് വെക്കോ, ഇത് നമുക്ക് സെറ്റ് ആക്കാവുന്നുള്ളൂ, അത് മാത്രം മതി നിനക്ക്. നിനക്ക് ഓക്കെ ആവാൻ അത് മാത്രം മതി. കാരണം നീ എമോഷണലി ഡൗൺ ആയി പോയി ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും നിനക്ക് ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പറഞ്ഞപ്പോ നീ അവിടെ ഓക്കെ ആയിരുന്നുള്ളൂ. പക്ഷെ അത് നിന്റെ ചുറ്റൂടുള്ള അപ്പൊ ആൾക്കാർക്ക് എനിക്ക് എന്ത് പറയാവുന്ന ഒരു കാര്യം തോന്നുന്നറിയോ, ഉണ്ടായിരുന്നുള്ളൂ. ഇവര് എനിക്ക് സഡേഷൻ കൂടിയ മെഡിസിൻ ഇൻജെക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ മൈൻഡിൽ ഞാൻ പറയണേ, എനിക്ക് ഇതൊന്നല്ല ആവശ്യം. എനിക്കുണ്ടല്ലോ ശരിക്ക് നിന്റെ അടുത്ത് ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ച് തീരുന്ന നീ ഓക്കെ പ്രശ്നമുള്ളൂ. ആവുള്ളൂ. മാഷാഅല്ലാ, മാഷാഅല്ലാ. അപ്പൊ അന്ന് മുതൽ ഞാൻ വിചാരിച്ചതാ, ഇനിയിപ്പോ എന്തായാലും നമ്മൾ റീസണിൽ കാണില്ലേ നല്ലത്. കാരണം നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാനും കൂടി ഇല്ല, ഞാൻ ആയിട്ട് വരുമായിരുന്നു. നീ ഓക്കെ ആയിട്ട് വീട്ടിൽ അന്ന് നിന്റെ ശരിയായിട്ട് വരാന്ന് വയ്യാണ്ടായില്ലേ? പറഞ്ഞിരുന്നു. അപ്പൊ അതെ, അതിന്റെ വരാൻ വിശേഷം നിന്ന് അന്നായിരുന്നു ആ ഷെയ്നുട്ടീനെ ആ ഹോസ്പിറ്റലിൽ ആ, കൊണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അപ്പൊ നീ നമുക്ക് ഒരു ഓക്കെ ദിവസം എന്ന് പറഞ്ഞപ്പോ കാണാം. ഞാൻ വന്നു. പിന്നെ നീ പിന്നെ അതിന് കുഴപ്പമില്ലല്ലോ. ശേഷം 1-2 തവണ വിളിച്ചല്ലോ. ഇടക്കിടക്ക് വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നമുക്ക് ആരൊക്കെ, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിലും എനിക്ക് ഇതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആള് മാഷാഅല്ലാ, വേറെ മാഷാഅല്ലാ, ഉണ്ടായിട്ടില്ല. മാഷാഅല്ലാ. കാരണം ആ ഫ്രണ്ട്സുകളിലൊക്കെ ഇതാ ഇത്ര ഗ്യാപ്പ് എപ്പോഴും ഉണ്ട്. കാരണം എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. ഞാൻ എന്താന്നുള്ളത് ആയിഷക്ക് അറിയുന്നത് മാതിരി എനിക്ക് ഇവിടെ എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് കഴിഞ്ഞാൽ എന്റെ അറിയാട്ടോ. ഉമ്മാക്ക് പോലും ചിലപ്പോ എന്നെ എത്ര കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവില്ല. എന്റെ ഹസ്ബൻഡ് കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് ആയിഷ. ഹസ്ബൻഡിന്റെ മാഷാഅല്ലാ, ഒപ്പം തന്നെ മാഷാഅല്ലാ. പറയാം. ചില നേരത്ത് എന്റെ ഹസ്ബൻഡ് പറയും, നീ ഇത് ഉദ്ദേശിച്ചല്ലേ പറഞ്ഞ്. അതേമാതിരിയാണ് ആയിഷനെ ചോദിക്കലേ, ആയിഷക്ക് എന്നെ കുറിച്ച് എന്ത് ഇവള് ഔട്ടർ തോന്നുന്നു. പുറത്തുള്ള സീനും അല്ല ഉള്ളിൽ കേട്ടോ. ഇതിനുള്ളില് ഭയങ്കര നിഷ്കളങ്കയായിട്ടുള്ള, എന്താ പറയാ, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള, കുറുമ്പ് കാണിക്കുന്ന, അതിന്റെ ബിയക്കുട്ടീനെ പോലെ നമ്മളിങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടടക്കേണ്ടുന്ന ഒരു കുഞ്ഞാണ്. ആക്ച്വലി ഇവളൊരു കുഞ്ഞാണ്. പക്ഷെ പുറത്തേക്ക് അങ്ങനെയല്ല, ഞാൻ ഭയങ്കര വലിയ ആളാണ്, ഭയങ്കര വലിയ സംഭവം, ആ ഒരു ആംബിയൻസിൽ നടക്കുന്ന പക്ഷെ അത് നല്ലതുമാണ്. അറ്റ് ടൈമില് എന്താ പറയാ, നല്ലൊരു, എനിക്ക് കറക്റ്റ് ആയിട്ട് ഇവളേനെ അറിയാം. ഇത് ഫസ്റ്റ് മീറ്റിംഗിൽ എനിക്ക് ഇവിടെ മനസ്സിലായതല്ല. മാഷാഅല്ലാ, മാഷാഅല്ലാ. അതാണ് ഫസ്റ്റ് പറഞ്ഞത്. മീറ്റിംഗിൽ എനിക്ക് ഇവളേനെ മനസ്സിലായി. അപ്പോ ഇവള് പ്രിറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന മുഴുവനും ഞാൻ അവളുടെ കയ്യിൽ പൊളിച്ചടക്കി കൊടുത്തു. സിനു നീ ഇതല്ലേ ഒറിജിനൽ എന്ന് ചോദിച്ചപ്പോ തന്നെ ഇവള് പിന്നെ ഫ്ലാറ്റ്. അപ്പൊ അൽഹംദുലില്ലാ, അത് ഞങ്ങക്ക് വൈബ് നല്ലോണം അതെ, കണക്ട് ആയി പോയിട്ടോ. മാഷാഅല്ലാ. അന്നത്തെ ഒരു ഇന്റർവ്യൂല് തന്നെ അതെ, ആയിഷ അപ്പം തന്നെ ഏകദേശം ഞാൻ ഇവളേനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി എടുത്തു. അതുകൊണ്ട് ഞാനിത് ബഷയോട് വന്ന് പറയുമ്പോൾ തന്നെ ബഷ എന്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കത് അപ്പോഴേ തോന്നി. ആ ഒരു രീതിയിലായിരുന്നു പിന്നെ നമ്മുടെ കോഴിക്കോട് യാത്രയിൽ മുഴുക്കായി. യാത്ര. കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഇവളേനെ മനസ്സിലായി. പോകുമ്പോ ഒരു തോട്ട് ഉണ്ടായിരുന്നേ, അതായത് എനിക്ക് കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും സെയിം വൈബാണ്, ഞങ്ങൾ ചില്ല് ചെയ്യാൻ പോവാണ്, എനിക്ക് ഇവളേനെ നോക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. അവിടെ ട്രെയിൻ കയറുന്നവരെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചില്ലിങ് ഉണ്ട്, പക്ഷെ എപ്പോഴും ഒരു കണ്ണ് ഇവളുടെ മേലായിരുന്നു. മാഷാഅല്ലാ. അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതേപോലെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടു കൊടുക്കണല്ലോ. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാഷാഅല്ലാ. അതായത് ഞാൻ ചോദിക്കട്ടെ, ഇനി ഞാൻ എന്റെ കൂടെ ഒരു യാത്ര ചോദിച്ചു കഴിഞ്ഞാൽ കോഴ്സ് എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നിനക്ക് എവിടെ പോണെങ്കിലും നീ വിളിച്ചോടി പോയില്ലോ. എന്താ പറഞ്ഞാ ഇല്ല, എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ എന്റെ സുഹൃത്തുക്കളെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടടക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക, അവർക്ക് ഇങ്ങനെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അടുത്ത് പക്ഷെ അറിയും, എന്തെങ്കിലും ഇപ്പൊ നിനക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരണമെന്ന് ചോദിച്ചത് ഞാൻ അവിടെ ഒരുപാട് തിരക്കിലാണ്. പക്ഷെ എന്നിരുന്നാലും ഞാനതാണ്, നമുക്കറിയാലോ ഒരാളിനെ നമ്മൾ എനിക്ക് ഇതൊക്കെ സംസാരിച്ച അവരുടെ തിരക്ക് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. എനിക്കിതൊക്കെ ഭയങ്കര കാര്യമാണ്. ഇപ്പൊ ഫ്രണ്ട്സിന് എന്തെങ്കിലും വന്ന് അവരുടെ പിന്നാലെ പോവാ, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക. നീ ഇന്ന് വിളിക്കുന്ന സമയത്ത് ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല. നീ എന്നെ വിളിച്ചപ്പോഴേക്കും നീ എന്താ പ്ലാൻ ഇട്ടേ പറ, ഞാൻ വരാം. അങ്ങനെ എന്റെ പ്ലാൻസ് ഞാന് മൊത്തം ഞാൻ മാറ്റി. ഏകദേശം ഒരു 7-8 മണിയാണ് ടൈമിൽ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 മണിക്ക് വിളിച്ചു. അതായത് ഞാൻ ഇന്നലെ ഇങ്ങനെ നൈറ്റ് കിടക്കുമ്പോ ഐശുവിന് ട്രീറ്റ് കാര്യങ്ങള്, അയ്യോ ഐശുവിന് ഒന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ആ ഒരു ഇതാണ് ഞാൻ അത് ഇങ്ങോട്ട് അറിഞ്ഞ വരുന്ന മുതല്. സമയത്ത് ഞാൻ ഇട്ടുണ്ടായ പ്ലാൻ എന്താ അറിയോ, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. വല്ലാഹി ഞാനത് പ്ലാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് നീ ഇവിടെ ഫസ്റ്റ് ടൈം അല്ലേ? ഇവിടെ ഷവായി കഴിച്ചു നോക്കട്ടോ, വേറെ ലെവലാണ്. അപ്പൊ രാത്രിയൊക്കെ ഇവിടെ ഭയങ്കര റഷ് ആയിരിക്കും, നമുക്ക് കയറിയ ഫുഡ് പോലും കിട്ടില്ല, ക്യൂ നിൽക്കണം അവിടെ, അങ്ങനെ ഞങ്ങക്ക് അത്ര കിട്ടിയില്ല തിരക്കുണ്ടാവും. അന്ന്. അതെ, അത്ര തിരക്കുണ്ടാവും. അപ്പൊ ഞാൻ ഓർത്തുണ്ടായിരുന്നു ഇവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ടേക്ക് വരാം, നമ്മളിപ്പോ കറക്കൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരാം. അപ്പൊ എന്റെ ട്രീറ്റ് അങ്ങനെയാണ് പോവുമല്ലോ. ഇന്ന് ഇവളുടെ ആഗ്രഹത്തിന് ഇവൾക്ക് എന്താ ഇവളുടെ സെലിബ്രേഷൻ പോലെ ആവും. അപ്പൊ ട്രീറ്റ് അങ്ങനെയാണ് പോവാന്ന് കരുതി. അത് വിചാരിച്ച എല്ലാ ഫ്രണ്ട്സിനെയും കൂടെ വിളിച്ചിട്ട് ഒരുമിച്ച് കൊടുക്കാനായിരുന്നു. അങ്ങനെ പോട്ടെ കരുതി. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ് ഓവറോൾ. വേറൊരാളെയും കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേമാതിരി 100K അടിച്ച ഇവിടെ ആളിനെ. ഒരു ഫ്രണ്ട് ഉണ്ട്, മീൻസ് എനിക്ക് അവളെ ഇവള് പറഞ്ഞു കേട്ട് 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 കാണാൻ നല്ല ഓ കൊതിയുണ്ട്. ഇത് കാണാൻ നല്ല രണ്ടുപേരും കൊതിയുണ്ട്. എനിക്ക് എങ്ങനെയാ പറഞ്ഞ, അവിടെ എന്റെ ചൈൽഡ്ഹുഡ് മറ്റേ തൊട്ടുള്ള ഫ്രണ്ടാണ്.
പക്ഷെ കുറെ കാലത്തിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ട് ഏകദേശം ഒരു 12 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും. പക്ഷെ ആയിഷുവിനെ ഏകദേശം ഞാനൊരു 3 വർഷത്തോളായിട്ട് എനിക്ക് ആയിഷുവിനെ അറിയാം. അതായത് ഞാൻ നിങ്ങളുടെ വീഡിയോ ഫസ്റ്റ് ഉള്ള വീഡിയോ മുതൽ ഇവൾക്ക് തന്നെ അറിയാട്ടോ, ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. ഇവളിന്റെ വീഡിയോ വീഡിയോ കണ്ടിട്ടുണ്ട്. അറിയൂ. എന്തിനാ എന്റെ താത്ത വരെ നിങ്ങളുടെ വീഡിയോ ഇവളുടെ ഉമ്മയില്ലേ എന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള കംപ്ലീറ്റ് എല്ലാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. കംപ്ലീറ്റ് വീഡിയോ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പറയണ നീ സംസാരിക്കാൻ തുടങ്ങിയില്ലേ, ഞാൻ നിന്റെ മുഖത്തന്നെ നോക്കി. ഉമ്മ എന്ന് പറയുമ്പോ ഞാൻ ഞെട്ടിപ്പോയി. അതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസ് ഒക്കെ എടുത്ത് ചോദിക്കുമ്പോഴേ കുറച്ചോനെ ഇങ്ങനെയൊക്കെ കാണുന്ന ഉമ്മ എന്നെ ഭയങ്കര. എന്റെ കുട്ടികളോ ഇവളെ നല്ല രസമാണ് കേട്ടോ. ഞാനത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. മാഷാ അല്ലാ. കാരണം നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമ്മളെ അപ്പൊ ഇതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ നെഗറ്റീവ് പറയുന്നവരിനെ കൊണ്ടും പോസിറ്റീവ് പറയിപ്പിക്കാനുള്ള ഒരു കഴിവ് പറയുന്നത് അപാരാട്ടോ. മാഷാ അത് ഇൻസിഡന്റ് ഓർത്തിച്ച് പറയല്ലേ. അതെ അതെ, കാരണം അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ ആദ്യം പുച്ഛിച്ചു അത് തള്ളുന്നവരുണ്ടാവും. നമ്മള് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് യൂട്യൂബ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് വരിക നമ്മുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള അയൽവാസികള്, സുഹൃത്തുക്കൾ, ഇവരെയൊക്കെ സൈഡിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് വരിക. അപ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. അവള് വലിയ ആള്, പ്രത്യേകിച്ച് അതിനെ കുറിച്ചൊരു നോളേജും ഇല്ലല്ലോ. നമ്മുടെ അവിടെ ചുറ്റുപാട് ഞാൻ നിനക്ക് പറഞ്ഞില്ല, കോളനി എന്ന് പറയുമ്പോൾ ശരിക്കും അത് കോളനി തന്നെയാണ്. അവിടുത്തെ ആൾക്കാർക്ക് അത്ര സംസ്കാരമേ ഉള്ളൂ, അത്ര അറിവേ ഉള്ളൂ, അത്ര കൾച്ചറേ ഉള്ളൂ. ഇവൻ ഇപ്പൊ പോലും മക്കളെ സ്കൂളിൽ പോലും നേരെ ചൊവ്വേ വിടാത്ത ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവര് പെട്ടെന്ന് അവര് ഉപയോഗിക്കുന്ന മൊബൈലിൽ നമ്മളെ കാണുന്ന സമയത്ത് മാത്രമല്ല, അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് അവർക്ക് എന്ത് മോർണിംഗ് റുട്ടീൻ, രാവിലെ എണീക്കണോ പണിക്ക് പോകണോ, അങ്ങനത്തെ ആൾക്കാരാണ്. അവരുടെ അടുത്ത് നമ്മള് അവര് തോന്നുന്നത് എന്താ, ഓ ഇതൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ ഇട്ടിക്കണം. അവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അവരുടെ കുറ്റമല്ല, അവരുടെ ലൈഫിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് ഭർത്താവ് എന്ന് പറയുന്നത് പൈസ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരാളാണ്. അവരുടെ അടുത്ത് നമ്മൾ പോയിട്ട് ഹസ്ബൻഡിനെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. ഇവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് വന്നിട്ട് ഹസ്ബൻഡിന് പൈസ കൊടുത്തിട്ട് അവിടെ അടി ഉണ്ടാക്കുന്ന ആൾക്കാരത്ത് പോയിട്ട് ഹസ്ബൻഡിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അവരുടെ ഒരു ലെവല. പക്ഷെ നമ്മളൊന്ന് ഓക്കെ ആയി. ഇപ്പൊ ഞാൻ നേരിട്ട് പറഞ്ഞില്ല, ലാസ്റ്റ് ടൈം നമ്മള് ആ ചാരിറ്റി കാര്യങ്ങൾ, അതായത് കുറച്ച് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ബാഗ്, ബുക്സ്, കാര്യങ്ങളൊക്കെ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതേ ആൾക്കാർ വന്നിട്ട് നമ്മളതിനെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട്, അവരത്രയും നിഷ്കളങ്കരാണ്. അവരെപ്പോഴും ഇതിങ്ങനെ കൊണ്ടുനടക്കുന്ന മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്കത്, പ്രത്യേകിച്ച് അവർക്ക് നമ്മളോട് ഒരു ദേഷ്യവും ഇല്ല. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണുന്ന സമയത്ത് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് അവർ കാണിക്കുന്നത്. തിരിച്ച് നമ്മളെ കൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടാവുന്ന സമയത്ത് അവള് നല്ലതാണ് കേട്ടോ, എപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അവള് നല്ലതാണ് കേട്ടോ, അവള് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ, നാട്ടിലേക്ക് ഇങ്ങനെ എന്നെ എത്ര ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ആശുപത്രി കേസിലൊക്കെ വരുന്ന സമയത്ത് ദിവസേന 500 രൂപ കൂലി അല്ലെങ്കിൽ 600 രൂപ ഉള്ള കൂലിയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഒരു 5000 രൂപ 10,000 രൂപ എടുക്കേണ്ടി വന്നാൽ ഒരു നിവൃത്തിയില്ല. അപ്പൊ നമുക്കത് എന്റെ അല്ലെങ്കിൽ പോലും എനിക്ക് റോൾ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മളത് റോൾ ചെയ്ത് കൊടുക്കുന്ന സമയത്തേക്ക് അവര് തന്നെ നമ്മളോട് ഇങ്ങോട്ട് തിരിച്ച് എന്റെ അടുത്ത് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടറിയോ, ഞാൻ നിന്നെ കുറെ ആൾക്കാരത്ത് കുറ്റം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇപ്പൊ നീ എന്നെ സഹായിച്ചില്ലേ, ആ ഒരു രീതിയിൽ. പക്ഷെ അൽഹംദുലില്ലാ നമ്മള് ഇതുവരെ ഞാൻ ഒരാളെ കുറിച്ചിട്ട് മോശം പറഞ്ഞു എന്ന് ഒരാൾക്കും ഇതുവരെ പറയാനുള്ള ഒരു അവസരം ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ആരെയും കുറിച്ച് അങ്ങനെ നെഗറ്റീവ് ഒരാളുടെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു കൊടുക്കാറില്ല, നല്ലത് എന്തെങ്കിലും പറയാന്നല്ലാതെ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മളെയും കൊണ്ട് അവർക്കൊരു ഉപകാരം അല്ലാതെ ഉപദ്രവം ഇല്ലാത്തതുകൊണ്ട് തന്നെ മുന്നേ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ നേരെ തിരുത്തി പറഞ്ഞു എന്നതാണ്. അത്രേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മളെ ആരെന്ത് പറഞ്ഞാലും അത് മൈൻഡാക്കാൻ പോവാതെ തിരിച്ച് അവർക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ കുറച്ചു കാലം കഴിയുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കലി നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞോളും. അല്ലാതെ ഈ നല്ലത് ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞു ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അവർക്കും ഉപകാരമില്ല, ആർക്കും നമുക്കും ഉപകാരമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഇനി നെക്സ്റ്റ് എന്താ ആയിഷിനോട് ചോദിക്കാം. ആയിഷ് ഇപ്പൊ ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു വീഡിയോ എനിക്ക് ആയിഷിനോട് ചോദിക്കാനുള്ളത്, ആയിഷു പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ ഒരു മറ്റേ 100K സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഒരു ഫാമിലിയിൽ വന്ന് ഇനി മുന്നോട്ട് പോകുന്ന ജേണിയില് ആയിഷു ഇനി മറ്റുള്ളവർക്ക് എന്ത് മോട്ടിവേഷൻ കൊടുക്കാനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്? മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാൻ പാകത്തിന് ഞാൻ ആളാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. കാരണം നമ്മളെ ഒരാള് അഡാപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ കംപ്ലീറ്റ്ലി, ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്, നിങ്ങൾ എന്നെ കൊണ്ട് എടുത്തോളി എന്ന് പറയാനായിട്ട് എന്റെ അടുത്ത്, ഞാൻ ഇപ്പോഴും നെഗറ്റീവ്സ് ഒക്കെ ഉള്ള ഒരു സാധാരണ ഓർഡിനറി മാൻ ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഒരാളെ ഇൻസ്പയർ ചെയ്യാനോ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിലൊക്കെ അതിനൊക്കെ മഹത് വ്യക്തിത്വങ്ങൾ വേറെ ഉണ്ട്. നമ്മളുടെ അടുത്ത് നിന്ന് എടുക്കാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ
അവർക്ക് അതായത് ശരിക്കും ഞാൻ ഏത് രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് എന്റെ വീഡിയോ കാണുന്നതിൽ അവർക്ക് എന്ത് മോട്ടിവേഷൻ ആണോ കിട്ടുന്നത് അല്ലെങ്കിൽ എന്താണോ അവരുടെ ലൈഫിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ തോന്നുന്നത് അതെടുക്കാം. എന്താണോ എടുക്കരുത് എന്ന് തോന്നുന്നത് അത് ഒഴിവാക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ബഷീനെ പേര് വിളിക്കുന്നത് പല ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനം, അവർക്കത് ഒഴിവാക്കാം, അവരത് എടുക്കേണ്ട കാര്യമില്ല. അതേസമയം ഇപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് നിസ്കാര ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് ഒരു വക്ത് പോലും നിസ്കാരം ഇല്ലാതെ കള ഇല്ലാണ്ട് കൊണ്ടെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് പേര് എടുത്ത് നല്ലതായിട്ട് എടുത്ത കാര്യമാണ്, അവർക്കത് എടുക്കാം. ഞാനൊരു കോമൺ സാധാരണ മനുഷ്യനായതുകൊണ്ട് നല്ല ദോഷങ്ങളും പുറത്ത് കിടക്കുന്നുണ്ട്, മോശം ഞാനൊരു കാര്യം പറയട്ടെ, ആയിഷു ഇനി ബഷീനെ പോയിട്ട് ബഷിക്കാന്ന് വിളിച്ച് ഞാൻ ചുരുക്കൂട്ടോ. ഞാൻ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്, നീ ചിരിക്കുന്നു പോട്ടെ, ബഷി സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നു. ബഷി കടന്നുറങ്ങൂല ചിരിച്ചിട്ട്. ബഷീർ അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെ നമ്മളെ ബഷീർ ഖാൻ എല്ലാരും പേടിച്ചിട്ടല്ലേ ഉറങ്ങാണ്ടിരിക്കുക, ബഷി ചിരിച്ചിട്ട് ഉറങ്ങൂല. അല്ല അവനത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മളെ വൈബ് ആ ഒരു വിളി അതിലേ മാത്രല്ല നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കും ഞാൻ അവനെ ഇക്കാന്ന് വിളിച്ചാലൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവളോട് സംസാരിച്ചിട്ട് സ്റ്റാർട്ടിങ് മുതല് ഒടുക്കം വരും, അതായത് ഞങ്ങൾ പിരിയുന്നവരെ ഏറ്റവും മുന്നിൽ പറയണ വരിക എന്റെ ബഷി മാഷാ അല്ലാഹ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് പണ്ട് എന്നെ കളിയാക്കും എല്ലാവരെയും. കുടുംബത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡിനെ വിട്ടിട്ട് പോവാറിഞ്ഞാ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുട്ടികളൊക്കെ ആവണേന് മുന്നേട്ടോ എവിടെ പോയാലും വീട്ടില് ഇങ്ങനോട് പറയും, ഞാൻ എന്തെങ്കിലും ഞങ്ങൾ പിണങ്ങി പറയും, ഒന്നിനെ 2 ദിവസം വീട്ടിൽ പോയി നിന്നേക്കാറുണ്ട്, പോയിട്ട് തിരിച്ചു വരും. 2 ദിവസം നിൽക്കാനാ പറഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ച് അങ്ങനെ വരുമ്പോ പിന്നാലെ പോകും. ഞാനൊന്നും ഇവിടെ നിൽക്കണ്ടേ, നീയല്ലേ പറഞ്ഞ 2 ദിവസം എന്റെ വീട്ടിൽ നിൽക്കണം. ഞാൻ നിൽക്കുന്ന ആര് പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മാനെ കാണാൻ വന്നത് അപ്പാനെ കാണാൻ വന്നത് പറഞ്ഞ് ബാഗ് എടുത്ത് പിന്നാലെ പോകും. അപ്പൊ എന്റെ ഫാമിലിയിലൊക്കെ പോയി ന്യൂസിലേക്ക് വന്നു, ഇനി കളിയൊക്കെ ന്യൂസിലിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. അപ്പൊ കുട്ടികളൊക്കെ ആയപ്പോ എല്ലാവരും എന്നെ കളിയാക്കിയോണ്ടാണോന്ന് അറിയില്ല, ഞാൻ കുറച്ചൊക്കെ അതൊന്നും ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ദിക്ർ എടുക്കണ മാതിരി നൗഫലിക്കാന്ന് പറയും. ഞാന് ബഷിനെ വിട്ടിട്ട് ഒരു നൈറ്റ് സ്റ്റേ ചെയ്തതായിട്ട് എന്റെ ഓർമ്മയില് വർഷങ്ങളായിട്ടില്ല. അതായത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവനൊരു ഹോസ്പിറ്റൽ കേസ് വന്ന സമയത്ത് നമ്മൾ അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ ആണുങ്ങളുടെ ഉള്ളിൽ കയറ്റില്ലല്ലോ, അങ്ങനെ പുറത്തു നിന്നതല്ലാതെ ഞാൻ വേറൊരു വീട്ടില് ബഷി ഇല്ലാതെ പോയിട്ട് സ്റ്റേ ആക്കിയത് കൊറോണ വന്ന സമയത്ത്. കൊറോണ അല്ലേ, അപ്പൊ മീൻസ് അത് ഞങ്ങൾ ഒരു വീട്ടിലുണ്ട്, ഹസ്ബൻഡ് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നമ്മള് മാറി നിന്നിട്ടേ ഇല്ല. അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു 5-6 പോരാ, എപ്പം മേൽക്കുട്ടിക്ക് 7 വയസ്സായില്ലേ, 8 വർഷമായിട്ട് മാറി നിന്നിട്ടില്ല. അൽഹംദുലില്ലാ. കൊറോണ ടൈമിൽ ഞാൻ പ്രഗ്നന്റ് ആണ്, ഹസ്ബൻഡിന് മാത്രമാണ് അവിടെ കൊറോണ വന്നുള്ളൂ കേട്ടോ. അപ്പൊ അതേമാതിരി ഹസ്ബൻഡിന് റൂമിന്റെ ഉള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ ഉപ്പ കിഡ്നി പേഷ്യന്റ് ആണ്. അപ്പൊ ആള് പറഞ്ഞു പേടി, കാരണം അവർക്കൊക്കെ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവുമല്ലോ. ഞാൻ എന്ത് ചെയ്യും, ബാക്കിൽ കൂടെ പോകും, ജനലിൽ കൂടെ. അങ്ങേര് സ്വതവേ ഒറ്റ കാര്യങ്ങൾ ചെയ്യാനൊക്കെ കുറച്ചൊരു പിന്നാക്കുള്ള ആളാ. അപ്പൊ ആളുടെ എല്ലാ സംഭവങ്ങളും ജനലിൽ കൂടെ വാങ്ങും. പ്ലേറ്റ് മാത്രം ആളവിടെ കഴുകിയേക്കും, അലക്കാലതൊക്കെ തരും, ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും. അപ്പൊ ഇതെന്റെ ഹസ്ബൻഡിന്റെ ഉപ്പാക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഉമ്മ എന്ത് പറഞ്ഞു, നീ അവന്റെ തിരുമ്പിട്ടോ എന്നിട്ട് ചോദിച്ചു. അപ്പൊ ചെയ്തു പറഞ്ഞു. അപ്പൊ ഉപ്പ കേട്ടിഞ്ഞ് ഒരുപാട് ചീത്ത പറഞ്ഞു. പക്ഷെ എനിക്ക് എനിക്ക് എന്റെ ഹസ്ബൻഡിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുണ്ടല്ലോ കണ്ടു കഴിഞ്ഞാ കീരിയും പാമ്പുമാണ്. സ്വഭാവം അതായത് രണ്ടുപേരുണ്ട്, എനിക്ക് അങ്ങനെ കണ്ടങ്ങനെ ചൊറിയും പറയാ. അത് എന്താ പറയാ, നൗഫൽക്കൊക്കെ അറിയാം നിന്റെ അടുത്ത് എന്ത് പറഞ്ഞാലാ ഇത് നിക്കുള്ളൂ, ഏത് രീതിയിൽ നിന്നാലാണ് നിന്നെ മാനേജ് ചെയ്യാൻ പറ്റുക നൗഫൽക്കൊക്കെ അറിയാം. അപ്പൊ അയാള് നിന്നെ സൈക്കോളജിക്കലി ഹാൻഡിൽ ചെയ്യുന്നതാണ്. ആളെന്ത് ചെയ്യുന്നറിയാം, ആൾക്കറിയാം ഇന്നത് പറഞ്ഞാൽ അവൾക്കത് പറ്റില്ല, അപ്പൊ അവള് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ അവർക്ക് അത് കേൾക്കുന്നത് ഇഷ്ടം കൊണ്ടായിരിക്കാം, മേ ബി അതായിരിക്കാം ചൊറിയും. ഇടയ്ക്ക് ചൊറിയുന്ന സ്വഭാവം പശിക്കുണ്ട്. പക്ഷെ അത് എനിക്കറിയാം എന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ദേഷ്യപ്പെടും. അതായത് അവൻ അതിന് വേണ്ടിട്ടല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ റിയാക്ട് ചെയ്യും. ചില നേരത്ത് എന്റെ മൂഡ് ശരിയല്ലെങ്കിൽ ഞാനത് ഓവർ റിയാക്ട് ചെയ്യും. അതൊക്കെയാണ് എന്റെ അടുത്തുള്ളത്. ഫണ്ണാക്കിയിട്ട് എടുത്താൽ മതി നമ്മളെ ജസ്റ്റ്. പക്ഷെ എങ്ങനെ പറഞ്ഞാൽ ഒരു ലിസണിങ് കൂടുതലാണ്, ആള് കുറെ കേട്ട് നിൽക്കും, എന്നിട്ട് അതിനപ്പുറമായി കഴിഞ്ഞാലാണ് റിയാക്ട് ചെയ്യുള്ളൂ. അല്ലാതെ തൊട്ടിനും പിടിച്ചതിനൊന്നും റിയാക്ട് ചെയ്യില്ല. ഞാനാണ് അങ്ങനെ, എന്തെങ്കിലും ആള് തമാശക്ക് പറഞ്ഞതാണെങ്കിൽ ചില നേരത്തെ എനിക്കത് തമാശക്കില്ല, അപ്പൊ റിയാക്ട് ചെയ്യും. അപ്പൊ ഞാൻ ഇന്റർവ്യൂക്ക് പോയിട്ട് നമ്മളിരുന്ന് വർത്താനം പറയാനിട്ടാ. മാഷാ അല്ലാഹ്, കുഴപ്പമില്ല. പിന്നെ അതന്നെ മെയിന്. പോയി കയ്യിന്ന് പോയി, ഞങ്ങൾ എന്തൊക്കെയോ പ്ലാൻ പോയി. എനിവേ കുഴപ്പമില്ല. ഇനി എന്താടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്നോട് എന്തെങ്കിലും ചോദിക്കാണ്ടോ? നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത് വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ളതാണ്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? അതായത് ഡിഗ്രിക്ക് കയറുന്നത് ഞാൻ അറിഞ്ഞു, അല്ല ഞാനാണ് അതിന് ചൊറിഞ്ഞു വിട്ടത്. എനിക്കുണ്ടല്ലോ ആയിഷു ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ട് അവിടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം.
അതിന് മുന്നേ അവള് സെലിബ്രിറ്റി ആവും കേട്ടോ. ഉം. എന്താ പറയാ, ഇൻഷാല്ല അവൾക്ക് ചാനലുണ്ടല്ലോ, അവള് ചാനലുണ്ടല്ലോ, പ്രതീക്ഷിച്ചിരുന്നോണി. ഇതപ്പോഴേക്കും നമ്മൾ സെറ്റ് ആക്കും. പിന്നെ അവളെ ഡിഗ്രി എങ്ങനെ കംപ്ലീറ്റ് ആക്കിപ്പിക്കണം. അതിനുശേഷം ബാക്കി നമുക്ക് നോക്കാം ഇൻഷാല്ല. അപ്പൊ അവൾക്ക് വേണ്ടി ഞാനാണ് കേട്ടോ പ്ലാൻ ഡിസൈൻ അല്ലേ, എനിക്ക് നന്നായിട്ട് തന്നെ ആയിഷിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഞാൻ ഡിപ്ലോമന്റെ ഒരു കോഴ്സ് എടുക്കുക പറഞ്ഞപ്പോ വേണ്ട, നീ ഡിഗ്രി തന്നെ എടുക്കണം, ഡിഗ്രി നിനക്ക് ഏതാണോ പഠിക്കാൻ ഇഷ്ടമുള്ളതെങ്കിൽ അത് പഠിക്കണം, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം, നീ PG ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ നന്നായിട്ട്, എനിക്കൊരു എന്താ പറയാ, എന്റെ ഫ്രണ്ടുകളിനേക്കാൾ ഉപരി എനിക്കൊരു നല്ലൊരു സിസ്റ്ററും കൂടിയാണ്. അതായത് എന്നെ ഇത്ര തോന്നെ പ്രചോദനം തന്നിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിട്ടില്ല. നീ ഇന്നത് ചെയ്യണം, ഇന്നത് ഇതാക്കണം. അവളോടൊപ്പം എന്നെയും ചേർത്ത് പിടിച്ച് ഞാനും എവിടെയെങ്കിലൊക്കെ എത്തണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കുണ്ടല്ലോ ആ ഒരു അറ്റാച്ച്മെന്റ് അല്ല, കൂടി ഉണ്ട്. ഇവള് ഒരു ഡിപ്ലോമയുടെ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക, അതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. കാരണം വേറൊന്നുമല്ല, വളരണ്ടേ. ഒരു ഡിപ്ലോമ എടുത്ത് വെച്ചിട്ട് എനിക്കിത് മതി, എനിക്ക് എന്റെ കയ്യിൽ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് എപ്പോഴും കുറേ ചെയ്യാനുള്ളത് പുറത്തെടുത്ത് വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇവൾക്ക് പറ്റും. അതായത് ഒരു സാധനത്തിലേക്ക് ഇറങ്ങാനുള്ള മടിയുള്ളൂ. ഇത് ഞാൻ 6 മാസം ചെയ്യേണ്ടത്, 1 കൊല്ലം ചെയ്യേണ്ടതെന്നുള്ളൊരു എൻട്രി ചെയ്യുന്നുള്ള സമയത്തുള്ളൊരു മടിയുള്ളൂ. അത് കയറി കഴിഞ്ഞ പിന്നെ അവൾ അങ്ങനെയാണ് കയറി പൊയ്ക്കോളൂ എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഡിഗ്രി വെച്ചത്. ഇപ്പൊ ഡിഗ്രി സൈക്കോളജി ചെയ്യുകയാണെങ്കിൽ, PG സൈക്കോളജി ചെയ്യുകയാണെങ്കിൽ ഇവൾക്ക് എന്റെ ഒരു പാത്ത് ഇങ്ങനെ കേട്ടി പിടിച്ച് അങ്ങനെ കയറി വരാൻ നല്ല താല്പര്യമുള്ള ഒരു കുട്ടിയാണ്, കഴിവും ഉണ്ട്. പിന്നെ ഇപ്പൊ എന്തിനാ പിഷ്കണേ? അപ്പൊ ഞാൻ പറഞ്ഞു ഡിഗ്രി ചെയ്യാനായിട്ട്. അപ്പൊ അത് ഞാൻ അതിലേക്ക്, അതായത് ഇപ്പൊ ഓൾറെഡി ICD എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 1 ഇയർ ഡിപ്ലോമ തന്നെ ചെയ്യാൻ പോവാണ് പറഞ്ഞപ്പോ ആ ടൈമില് കറക്റ്റ് വിളിച്ചല്ലോ, നീ അത് ചെയ്യണ്ട, ഡിഗ്രി എടുത്ത മര്യാദക്ക് എന്ന് പറഞ്ഞപ്പോ പിന്നെ ഇന്ന മൈൻഡിൽ തന്നെ ആയി. പറഞ്ഞത് ശരിയാണ്, ഡിഗ്രി പറഞ്ഞ ഡിഗ്രീന്റെ അല്ല, ഒരു കാര്യം. കരിയർ ബിൽഡ് ചെയ്യാൻ നമ്മൾ നോക്കണം. അപ്പൊ ഇവൾക്ക് ടൈം ഉണ്ട്. ഇവളുടെ കുട്ടികളൊക്കെ വലുതാകുമ്പോഴേക്കും ഒരു ഒരു ലെവലിലേക്ക് എത്തിയാൽ മതി. ഒരു 4-5 കൊല്ലം കയ്യിലുണ്ട്. ഒരു 5-6 കൊല്ലത്തിനകത്ത് കരിയർ ബിൽഡ് ചെയ്ത് വെച്ചാൽ ഇവൾക്ക് പിന്നെ പ്രശ്നമല്ല. അപ്പൊ ആ ടൈമിനകത്ത് നല്ലൊരു കോഴ്സ് എടുത്ത് പഠിച്ചുകൂടെ? എന്തിനൊരു കേവലം ഒരു ഡിപ്ലോമയും കയ്യിൽ വെച്ചുകൊണ്ട് എന്തോ എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഒരു ഡിഗ്രി PG കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ അണ്ടറിൽ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവള് പറയുന്നത് ഇവൾക്ക് എന്റെ ക്ലിനിക്കിൽ വന്നിട്ട് വർക്ക് ചെയ്യണമെന്നാണ്. ഇവള് PG PhD എടുത്തു കഴിഞ്ഞാൽ ഇവൾക്ക് സ്വന്തമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം എന്റെ മൈൻഡ് പോകുന്നത് അങ്ങനെയാണ്. ഇവിടെ അതിനെ പിടിച്ച് എന്റെ അണ്ടറിൽ നിർത്താനല്ല, ഇവൾക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് നമുക്ക്, ഞാൻ പത്തിരിപ്പാലാണെങ്കിൽ ഇവൾ ഒറ്റപ്പാലത്തെങ്കിലും ഇട്ടിട്ട് ആ ഒരു ലെവലിലേക്ക് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാനത് പറഞ്ഞത്. എന്റെ പ്ലാന് വേറെയാണ്. ഇവളെപ്പോഴും എനിക്ക് ഇവളുടെ ക്ലിനിക്കിൽ അതൊന്നും നടക്കില്ല കേട്ടോ. അതിലൊക്കെ ഞാൻ എന്റെ ക്ലിനിക്കിൽ നിന്ന് അപ്പഴേ തട്ടി പുറത്താക്കും. അവൾക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക്, ആ ഒരു രീതിക്കൊക്കെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. കാരണം ഇവളുടെ ഒരു ക്യാരക്ടറിൽ എനിക്കറിയാം ഇവൾക്ക് ഒരിക്കലും ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെ അണ്ടറിലാണെങ്കിൽ ഇവള് അറിയണത് ഞാൻ തന്നെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ തന്നെ കണ്ണീരൊപ്പം പോകേണ്ടി വരും. പക്ഷെ ഇവൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ ഇവൾ എന്തായാലും അതിനകത്ത് ഷൈൻ ചെയ്യും, ഉറപ്പായിട്ട് ഷൈൻ ചെയ്യും. ഉത്തരവാദിത്വത്തോടു കൂടെ ആ കാര്യങ്ങൾ നോക്കി നടത്തും, എല്ലാം ചെയ്യും. അപ്പൊ എന്റെ മൈൻഡ് സെറ്റില് നേരെ ഉൾട്ടയാണ്. ഇവളുടെ മൈൻഡ് സെറ്റേ അല്ല എന്റെ മൈൻഡ് സെറ്റ്. എന്റെ മൈൻഡ് സെറ്റിൽ ഇവൾക്ക് അതിനുള്ള കഴിവുണ്ട്. വേറൊരാളുടെ അടുത്ത് പോയി അപ്പൊ ഞാൻ ചീത്ത പറയുകയാണെങ്കിൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കാം. പക്ഷെ എന്നാലും കരഞ്ഞു കഴിഞ്ഞാൽ കണ്ണീര് കൊടുക്കാൻ ഞാൻ തന്നെ പോയി നിൽക്കേണ്ടി വരും. പക്ഷേ അതൊന്നല്ല, നല്ല കഴിവുള്ള കുട്ടിയാണ് കേട്ടോ. ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇൻഷാല്ലാ അവള് PhD ഒക്കെ എടുത്ത് അല്ലെങ്കിൽ PG ഒക്കെ എടുത്തിട്ട് വലിയ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുവരെയൊക്കെ നമുക്ക് നമ്മുടെ ക്ലിനിക്കിൽ നിർത്താം അല്ലേ? ഇൻഷാല്ലാ അങ്ങനെയല്ലേ ഒരു പ്രാക്ടീസും ആവുമല്ലോ. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം, ഫ്യൂച്ചർ അല്ലേ, നമ്മൾ ആർക്കൊക്കെ ആയുസ് അതെ, അള്ളാഹു ആഫിയത്തും ആരോഗ്യമൊക്കെ തരട്ടെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വലിയ വീഡിയോ ആണ്. ഇവിടെ എത്ര പാർട്ടാക്കി ഇടുന്നത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. കണ്ടതിന് ഒരുപാട് നന്ദി കേട്ടോ. താങ്ക് യു ഡിയേഴ്സ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.